ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഒരുവിധം പിടികിട്ടിയിട്ടുണ്ടാവും. ഞാൻ ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ തന്നെ ഇട്ട പേരാണ് ചിക്കൻ ഹക്ക നൂഡിൽസ് എന്ന്. അപ്പം ഇത് വെറൈറ്റിയാണ്, മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ലഞ്ച് ബോക്സിലെല്ലാം അവർക്ക് കൊടുത്തു വിടാം. കുറച്ച് ദിവസം മുന്നേ ഞാനിത് പ്ലേറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന, അതായത് ഇതുപോലെ സേവ് ചെയ്യുന്ന ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടേനും. അതിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടുമെന്ന്. കാരണം ആ സമയത്ത് ഞാൻ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലില്ലാത്ത എല്ലാം മിക്സാണ്. അടുത്തതായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കാണാം. ഞാൻ ആദ്യം തന്നെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ക്യാരറ്റാണ് എടുക്കുന്നത്. ഒരു ക്യാരറ്റ് തന്നെ മതിയാവും, കറക്റ്റാണ്. ഇനി ക്യാപ്സിക്കാണ്. ഞാൻ 3 കളറും എടുത്തിട്ടുണ്ട്, ഗ്രീന്, യെല്ലോ, റെഡ്. ഇതുപോലെ നൂഡിൽസും അതുപോലെ ഫ്രൈഡ് റൈസും എല്ലാത്തിനും നമുക്ക് ക്യാപ്സിക്കം നല്ലതായിരിക്കും, കൂടിയാലൊന്നും പ്രശ്നമില്ല. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, വലുതാണ് വെളുത്തുള്ളി. ഇനി ഇത്രയും സാധനങ്ങളാണ് മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ഇനി സ്പാഗറ്റിയാണ് ഞാൻ എടുക്കുന്നത് നൂഡിൽസ് ആയിട്ട്. നിങ്ങൾക്ക് മാഗിയും എടുക്കാം, ഞാൻ സ്പാഗറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മസാല വെച്ചിട്ട് മാഗി മാത്രമല്ല, നമുക്ക് മക്രോണിയും എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു സെയിം മസാല തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടി ഉണ്ടായാലാണ് സൂപ്പറായിരിക്കുക. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഞാൻ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചിക്കൻ്റെ അളവ് കൂടിയാലൊന്നും കുഴപ്പമില്ല, ചിക്കന് ടേസ്റ്റ് കൂടും. അങ്ങനെ നമ്മളെ ചിക്കനെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെയ്യിലിട്ട് പൊരിച്ചെടുക്കണം. ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. കുറച്ചല്ലേ ചിക്കനുള്ളൂ. ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. ചിക്കൻ പൊരിക്കുന്ന സൗണ്ട് കേൾക്കാമെന്ന് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്ന് എടുത്തു നോക്കിയതാണ്. പക്ഷെങ്കിൽ മക്കൾ ഒച്ചപ്പാടുള്ളത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനത് മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് വെക്കേണ്ടത്. തീ കുറയുകയും ചെയ്യരുത്, കൂടുകയും ചെയ്യരുത്. അപ്പോൾ അതാകുന്ന ടൈം കൊണ്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ഞാൻ നോൺ സ്റ്റിക്കിന് ഈ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കെറ്റിലുള്ളതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചെടുത്തത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ നോർമലായിട്ട് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നൂഡിൽസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി സ്പാഗറ്റി മെല്ലെ മെല്ലെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട ഉടനെ തന്നെ എല്ലാം അതിലേക്ക് അങ്ങ് അലിഞ്ഞു പോവും. ഇനി കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അതിന് കണക്കായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മൾ നൂഡിൽസ് അവിടെ ആവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ടൈം കഴിഞ്ഞ് ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോരി മാറ്റുന്നുണ്ട്. ഈ മാഗി നൂഡിൽസിലേക്കാണെല്ലാം വേവ് കൂടുതലാണ് സ്പാഗറ്റിക്ക്. സ്പാഗറ്റി ആകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകുന്നില്ല, കുറച്ച് വേവ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മളെ ചിക്കൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കന് നമുക്ക് എല്ലില്ലാണ്ട് ചെറിയ പീസാക്കിയിട്ട് മാറ്റണം. എല്ലിൻ്റെ കഷ്ണം ഒട്ടും ഉണ്ടാവരുതേ. ഇനി നമ്മളെ നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ കോരിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇടുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇടുന്ന ടൈമിന് കുറച്ചെല്ലാം ഗ്യാസിൻ്റെ മുകളിൽ വീണിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ നല്ല ലെങ്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി പരിപാടിയെല്ലാം വരുന്ന ടൈമിന് സ്പാഗറ്റി ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും, കാണുന്നതിന് നല്ല ഭംഗി ഉണ്ടാവും. ചെറിയ മക്കൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ ഞാൻ വേഗം മാഗി നൂഡിൽസ് എല്ലാം ഉണ്ടാക്കും, അത് വേഗം വേവുമല്ലോ. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികളിലെ മുറിച്ചിടലാണ്. ഇന്ന് എൻ്റെ ഹെൽപ്പറായിട്ടുള്ളത് അമനാണ്. ഓനെ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം മുറിച്ചിടിക്കുന്നത്. ഉള്ളി മാത്രം ഞാൻ ബോർഡിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മുട്ട ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ച നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിച്ച നെയ്യാകുമ്പം കുറച്ചും കൂടി സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 മുട്ടയല്ല 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്, എന്നാലേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ്. പച്ചമുളക് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ക്യാപ്സിക്കങ്ങളാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ നൈസ് അല്ലെങ്കിലും ഒരുവിധം ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും
ഇതുപോലെ കളർഫുൾ ആണെന്നൊന്നും ഇല്ല, നിങ്ങളടുത്ത് ഉള്ള ക്യാപ്സിക്കം ഉപയോഗിക്കാം. ഇനി ചിക്കൻ ഇല്ലാണ്ട് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ളതാണ്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ച നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണാണ്. ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും. ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കുറേ നേരം ഒന്നും വെക്കണമെന്നില്ല, ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലെല്ലാം ഒന്ന് കിട്ടണം. അതിനുശേഷം ഞാൻ ഉള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം. ഇത് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്, 1 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം വേഗം വേവും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് കുറച്ച് ടൈം വേവണം. ചെറിയ മക്കൾക്കെല്ലാം കൊടുക്കുമ്പം പച്ചമുളക് തീരെ ഇടണമെന്നില്ല. ഈ ക്യാപ്സിക്കം ആകുമ്പം എരിവൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ചൊയ ഉണ്ടാവും. ഇതും ഞാനൊന്ന് 1 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പൊരിച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറി വരുന്നത്. അതിനുശേഷം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വയറ്റേം പറയണമെന്നില്ലല്ലോ, ഒന്നങ്ങ് വയറ്റുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് വയറ്റിയിട്ട് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കണം. ഇതിൻ്റെ എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ സ്പെഗറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നൂഡിൽസ്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഏത് വേണമെങ്കിലും എടുക്കാം. മേഗിയോ അതുപോലെ ഈ സൺഫീസ്റ്റിൻ്റെ ഇപ്പി കിട്ടുന്നുണ്ട്, അതും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ സ്പെഗറ്റി ആകുമ്പം ഉടഞ്ഞു പോവില്ല, നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം പൊട്ടിപ്പോവാണ്ട് തന്നെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റായിട്ട് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിച്ചപ്പും കറിവേപ്പിലയും 1/4 കപ്പിൻ്റെ അളവ് ഞാൻ പറയാം, പക്ഷേ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. മല്ലിച്ചപ്പും കറിവേപ്പിലയെല്ലാം മിക്സ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം മൊത്തത്തിൽ ഞാൻ മിക്സ് ആക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വൈകുന്നേരമാണ്, മക്കൾക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ മദ്രസയിലേക്ക് വേണ്ടിയിട്ട് സ്നാക്സ് ആയിട്ട് കൊടുത്തതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മദ്രസ എന്താ വൈകുന്നേരം എന്ന്, കാരണം ഇവിടെ ദുബായിൽ വീക്കെൻഡ് മദ്രസയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ചിക്കൻ ഹക്ക നൂഡിൽസിൻ്റെ ഈ ഒരു പ്ലേറ്റ് സെർവിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ആക്കിയെടുത്തതെന്നുള്ളത്. കുറച്ച് മെനക്കേട് ഉണ്ടാവും, എന്നാലും ഇത് കാണുമ്പം നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. ചെറിയ സിമ്പിൾ ഫുഡാണെങ്കിലും എനിക്കിങ്ങനെ ആക്കിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മക്കൾക്കും ഹസ്ബൻഡിനെല്ലാം കൊടുക്കുമ്പം. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.